ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തു നിന്ന SSCയുടെ 2025-26 വർഷത്തെ റിവൈസ്ഡ് കലണ്ടർ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഓൾറെഡി കലണ്ടർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചില പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ട് അത് എനിക്ക് തോന്നുന്നു വെണ്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ റിവൈസ്ഡ് കലണ്ടർ വരുന്നു ഓൾറെഡി SSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കലണ്ടർ അവസാനം ഇന്ന് ഔട്ടായിട്ടുണ്ട്. എല്ലാ എക്സാമിൻ്റെയും കൃത്യമായ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റും പരീക്ഷ നടക്കുന്ന ഡേറ്റും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കലണ്ടർ ഒന്ന് നോക്കുക കേട്ടോ. മെയിനായിട്ട് നമ്മൾ നോക്കിയാൽ ജൂൺ മാസത്തിൽ SSCയുടെ നോട്ടിഫിക്കേഷൻ പരമ്പരയാണ്. നോക്കിയാൽ ജൂൺ മാസം എല്ലാം ജൂൺ മാസമാണ്. പരീക്ഷയൊന്നും നമ്മൾ വിചാരിച്ച അത്ര ഡിലേ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന CGL പരീക്ഷക്കാണ്. CGL പരീക്ഷ ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്നതായിരുന്നു പഴയ കലണ്ടറിലുള്ളത്. ഇതിൽ അത് ഓഗസ്റ്റ് മാസമായിരുന്നു. ജസ്റ്റ് ഒരു 1 മന്ത് ഡിലേ മാത്രമേ ഉള്ളൂ. അല്ല വലിയ ഡിലേ കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്കില്ല. ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നു, ജൂലൈ മാസത്തിൽ തീരുന്നു, ഓഗസ്റ്റിൽ പരീക്ഷയാണ്. സാധാരണ നോട്ടിഫിക്കേഷൻ വന്നാൽ 2 മാസം സമയം നമുക്ക് കിട്ടാറുണ്ട്. ഇത് ജസ്റ്റ് 1 മന്ത് കഴിഞ്ഞാൽ പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ നോക്കാം. 4ാമത്തെ സെലക്ഷൻ പോസ്റ്റാണ്. അത് ജൂൺ 2 നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയുന്നുണ്ട്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ് അതിൻ്റെ പരീക്ഷ വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ പുതിയ വെണ്ടർ വന്നതിന് ശേഷം ആദ്യത്തെ പരീക്ഷ അതായിരിക്കും. പിന്നെ സ്റ്റെനോഗ്രാഫർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടി ജൂൺ 5-ാം തീയതിയാണ് അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്, പരീക്ഷ വരുന്നത്. നോക്കി തുടർച്ചയായ പരീക്ഷകളാണ്. 6 to 11 വരെ സ്റ്റെനോഗ്രാഫർ, അത് കഴിഞ്ഞാൽ 12, അത് കഴിഞ്ഞാൽ 13, 30 വരെ ഒക്കെ തുടർച്ചയായി ഒന്ന് കഴിഞ്ഞ് ഒന്ന് കൃത്യമായ കലണ്ടറാണ് SSC പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റെനോഗ്രാഫർ കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന 3 പരീക്ഷകളാണ് CGL, CHSL, MTS. 3ൻ്റെ വന്നിട്ടുണ്ട്. CGL ആണ് ആദ്യം വരുന്നത്. ജൂൺ 9-ന് CGL വരും. ജൂലൈ 4 വരെ അതിനുള്ള സമയമാണ്. ഓഗസ്റ്റ് 13 മുതൽ 30 വരെയാണ് പരീക്ഷ. 2 ആഴ്ച പരീക്ഷ ഉണ്ടാവും. ഓഗസ്റ്റ് 13 മുതൽ 30 വരെ പരീക്ഷേൻ്റെ കൃത്യമായ ഡേറ്റ് ആണ്. 30 കഴിഞ്ഞാൽ നോക്കിയാൽ ഓഗസ്റ്റ് 30 കഴിഞ്ഞാൽ 31 കഴിഞ്ഞ് സെപ്റ്റംബർ 1 മുതൽ നടക്കുന്ന പരീക്ഷയാണിത്, CPO പരീക്ഷ. അപ്പോൾ CPO പരീക്ഷേൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ 16-നാണ്. ജൂലൈ 7 വരെ നോട്ടിഫിക്കേഷൻ, സെപ്റ്റംബർ 1 മുതൽ 6 വരെ പരീക്ഷയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത കമ്പൈൻഡ് ഹയർ സെക്കൻഡറി CHSL പരീക്ഷ ജൂൺ 23 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സെപ്റ്റംബർ 8 6-ന് CPO കഴിഞ്ഞാൽ സെപ്റ്റംബർ 8-ന് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, CHSL സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്താണ് മെയിനായിട്ടുള്ള മൾട്ടി ടാസ്കിൻ്റെ MTSൻ്റെ പരീക്ഷ. എല്ലാം ജൂൺ മാസം. നോക്കിയാൽ ജൂൺ 9, ജൂൺ 16, ജൂൺ 23, ജൂൺ 26 എല്ലാം ജൂൺ മാസം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കുക. SSCയുടെ എക്സാം പെരുമഴ ആണ് ഈ ഒരു ജൂൺ മാസത്തിൽ വരാനുള്ളത്. ജൂൺ 26-ന് MTS നോട്ടിഫിക്കേഷൻ വരുന്നു. നോക്കിയാൽ 18-ാം തീയതി CHSL കഴിഞ്ഞാൽ 20-ാം തീയതി മുതൽ ഒക്ടോബർ 24 വരെ എന്താണ് MTS പരീക്ഷയാണ്. പിന്നെ പല പരീക്ഷകളുണ്ട്, ജൂനിയർ എഞ്ചിനീയർ, കോൺസ്റ്റബിൾ. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ GD പരീക്ഷയാണ്. അത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ. ജനുവരി ഫെബ്രുവരി മാസത്തിൽ അത് മാത്രമാണ് കുറച്ച് ഡിലേ ഉള്ളത്. ബാക്കിയെല്ലാം ഈ ഒരു മാസം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പ് അവസാനമാണ്. പിന്നെ പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പാറ്റേൺ ചേഞ്ച് വരുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് കുറേ ആൾക്കാർ. അത് വരും എന്നൊക്കെ പല ഹിന്ദി ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തൊക്കെ പാറ്റേൺ ചേഞ്ച് വന്നാലും അങ്ങനെ വലിയൊരു ഡ്രാസ്റ്റിക് മാറ്റമൊന്നും ഉണ്ടല്ലോ. നമ്മൾ പാറ്റേൺ ചേഞ്ചൊക്കെ നോക്കിയിട്ട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്നിട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും. ഇപ്പം തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അധികം പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ലേറ്റ് ആക്കാതെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പരീക്ഷ സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 3 മാസം സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ വെറും 2 മാസം സമയമുള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം തന്നെ ഇന്ന് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങുക. നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. CHSL, CGL, MTS ഒരുപാട് പരീക്ഷകൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ CGL ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അല്ലാതെ ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള നിങ്ങൾ പോയിട്ട് MTS എക്സാമിന് പഠിക്കാതിരിക്കുക. MTS മോശം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ CGL ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് CGL, CHSL, MTS ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ ആവും. അല്ല പിന്നെ CGL പഠിച്ച ഒരാൾ പിന്നെ നിങ്ങൾ MTSന് സെപ്പറേറ്റ് പ്രിപ്പറേഷൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം MTS ക്ലിയർ ചെയ്ത് എല്ലാവരും CGL പഠിക്കുന്ന ആളുകളാണ്. അല്ലാതെ അവർ MTS ഫോക്കസ് ചെയ്ത്, എനിക്ക് ഒരാൾ മാത്രമാണ് MTS മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു, ബാക്കി എല്ലാവരും CGL പഠിച്ച ആളുകളാണ്. അപ്പോൾ പിന്നെ അവർ MTS കൂടെ ക്ലിയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഹോൾഡറൊക്കെ ആണെങ്കിൽ MTSന് പോയിട്ട് പഠിക്കാതെ CGL ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതല്ല നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള മാത്രമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സാം നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഒന്നും മോശമായിട്ടുള്ള ജോലിയൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള പിന്നെ CGL പഠിക്കുന്ന ഒരാൾ MTS കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ നിങ്ങൾ MTSനൊന്ന് പഠിച്ച് പിന്നെ CGLന് വേറൊന്ന് പഠിച്ച് CHSLന് വേറൊന്ന് പഠിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ CGL എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSCൻ്റെ വേറെ ഏതൊരു എക്സാമിനും പിന്നെ സെപ്പറേറ്റ് ഒരു കോച്ചിങ് എടുക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് തന്നെ മതിയോ. നിങ്ങൾ എക്സാം പാറ്റേൺ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ നമുക്ക് SSCയുടെ CGL, CHSL, CPO ലൈവ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SSC മലയാളി ആപ്ലിക്കേഷൻ വഴി കയറിയിട്ട് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. 3499 രൂപയാണ് ഫീസ്. പിന്നെ വരും മാസങ്ങളിൽ പറഞ്ഞാൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റോട് കൂടി നമ്മൾ 7 വർഷത്തേക്കുള്ള SSC CGLന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MTSൻ്റെ ക്ലാസ്, CPOൻ്റെ ക്ലാസ്, സ്റ്റെനോഗ്രാഫറിൻ്റെ ക്ലാസ് എല്ലാം നമ്മൾ
വരും മാസങ്ങളിൽ നമ്മൾ SSC മലയാളി ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങളുടെ പോക്കറ്റ് കീറാതെ നിങ്ങളുടെ കീശ കാലിയാവാതെ കുറഞ്ഞ റേറ്റിനായിരിക്കും നമ്മളെല്ലാം ചെയ്യുക. കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ എല്ലാം പോക്കറ്റ് കാലിയാക്കിയിട്ട് നിങ്ങൾ SSC CGL-നോ CSL MTS-നോ നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കേണ്ട. കാരണം ഓൺലൈനായിട്ട് വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഓഫ്ലൈൻ മാത്രമാണ് നമുക്ക് കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓഫ്ലൈൻ ഫീസും കുറച്ച് അധികം വരുന്നത്. അതിൽ എക്സ്പെൻസ് വരാണെങ്കിൽ അതും നമ്മൾ എന്തായാലും കുറക്കും കേട്ടോ. പക്ഷേ ഓൺലൈൻ നമുക്ക് വലിയ എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രീ ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾ വേണ്ട. ഫീസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഇപ്പം നമുക്കുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ CGL CHL CPO ലൈവ് ബാച്ചാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ മിഷൻ ബാച്ച്, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പഠിച്ച ഒരു ലെവലെത്തിയ ആളുകൾ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SSC CGL മിഷൻ ബാച്ച് വെറും 999 രൂപയുള്ള മിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതും ഇപ്പോൾ ലൈവ് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ NTPC പോലത്തെ കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ വെറും 299 രൂപയ്ക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതിൻ്റെ മെറ്റീരിയലും PDF-ഉം എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നല്ല മെയിനായിട്ട് പറയാനുള്ള നമ്മുടെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിൽ എവിടെ പഠിച്ചാലും എന്ത് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ആ പഠിത്തം നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക. ഇനി അങ്ങോട്ട് നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം അടുക്കട്ടെ നോക്കി നിന്നാൽ നടക്കൂല കേട്ടോ. പരീക്ഷയ്ക്ക് ഇനി വെറും ഓഗസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ മെയ്, ജൂൺ, ജൂലൈ 3 മാസം സമയമുള്ളൂ. 3 മാസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ്. നമുക്ക് എന്തായാലും 3 മാസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ഒരു അറ്റംപ്റ്റ് കൊടുത്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി 2026 വളരെ ഞാൻ പഠിക്കണം, ഞാൻ പഠിച്ചാൽ കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് SSC കലണ്ടർ. ഏതായാലും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഇനി വെണ്ടറൊക്കെ മാറുന്നുണ്ട്. വെണ്ടർ മാറും, ഈ പാറ്റേൺ മാറി, എന്ത് വേണമെങ്കിലും മാറിക്കോട്ടെ. അതൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയുള്ളൂ. എന്നാണ് CGL എന്ന ഡേറ്റ് എന്നാണ്? CGL ജൂൺ 9-നാണ് കറക്റ്റ്. ഇപ്പം ഇന്ന് മെയ് 9 ജൂൺ 9-നാണ്. അടുത്ത മാസം കൃത്യം ഒരു മാസം കഴിഞ്ഞാൽ CGL നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും പാറ്റേൺ മാറുമില്ലെന്നൊക്കെ. പക്ഷേ മെയിനായിട്ടുള്ള സന്തോഷ വാർത്തകൾ എന്ന് പറഞ്ഞാൽ വേക്കൻസി അധികം, ഒരുപാട് വേക്കൻസി പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. കാരണം ഇൻകം ടാക്സിൽ ഓഫീസ് സൂപ്രണ്ട് പോലത്തെ വേക്കൻസിക്ക് 6000-ഓളം വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ. അത് ഗ്രൂപ്പ് B പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 15,000 മുകളിൽ ഇപ്രാവശ്യവും വേക്കൻസി ഉണ്ടാവുമെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതുമായിട്ട് നിങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CGL CHL MTS GD CPO എല്ലാ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ അല്ല ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലായിട്ടുണ്ട്. പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഡേറ്റ് മുന്നിൽ വരാതെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പറയാനുള്ള ഡേറ്റ് മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിക്കോ. ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.